Good morning everyone, welcome back to MTM Campus Educational Channel. Today we discuss the topic of types of working capital. നമ്മൾ പഠിക്കുന്നത് types of working capital ആണ്. Types of working capital. Types of working capital പറയുമ്പോൾ 3 types ആണ് working capitalനുള്ളത്. അത് ഏതൊക്കെയാണെന്ന് വെച്ചാൽ which are permanent working capital, variable working capital, അതർ ടൈപ്സ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ. മൂന്ന് ടൈപ്പ് എന്ന് പറഞ്ഞാൽ 2 ടൈപ്പാണ് മെയിൻലി ഉള്ളത്. ഇപ്പോൾ പുതുതായിട്ട് നമ്മൾ അതർ ടൈപ്സ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റലും കൂടി ഉണ്ട് എന്നുള്ളത് പറയുകയാണ്. പക്ഷെ മെയിൻലി ആയിട്ട് പെർമനൻറ്റ് വർക്കിംഗ് ക്യാപിറ്റലും വേരിയബിൾ വർക്കിംഗ് ക്യാപിറ്റലും ആണ് ഉള്ളത്. പെർമനൻറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ. എന്താണ് പെർമനൻറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്? ആ പേരിലുള്ളതുപോലെ തന്നെ പെർമനൻ്റ് ആയിട്ട് ഒരു ഓർഗനൈസേഷന് ആവശ്യമായിട്ടുള്ള വർക്കിംഗ് ക്യാപിറ്റലാണ്. പെർമനൻ്റ് ആയിട്ട് മിനിമം എമൗണ്ട് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർഡ് ഫോർ ദി ബിസിനസ്. മിനിമം എമൗണ്ട് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർഡ് ഫോർ ദി ബിസിനസ്. ഒരു ബിസിനസ്സിന് ആവശ്യമായിട്ടുള്ള മിനിമം എമൗണ്ട് ഓഫ് വർക്കിംഗ് ക്യാപിറ്റലിന് പറയുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? പെർമനൻറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഇത് നിങ്ങൾ മനസ്സിലാക്കണം. ഈ പെർമനൻറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഫിക്സഡ് വർക്കിംഗ് ക്യാപിറ്റലാണ്. ഫിക്സഡ് ആയിട്ടുള്ള വർക്കിംഗ് ക്യാപിറ്റലാണ്. അതായത് എപ്പോഴും അത് ആവശ്യമാണ്. ഒരു ഓർഗനൈസേഷനിൽ എപ്പോഴും ആവശ്യമാണ്. കാരണം ആ ഓർഗനൈസേഷൻ്റെ ഫിക്സഡ് അസറ്റിനെ സപ്പോർട്ട് ചെയ്യാനും ഫിക്സഡ് അസറ്റിൻ്റെ യൂട്ടിലൈസേഷന്, അതേപോലെ തന്നെ നോർമൽ ഓപ്പറേഷൻ ഓഫ് ദി ബിസിനസ്, ഒരു ബിസിനസ്സിൻ്റെ നോർമൽ ഓപ്പറേഷന് ആവശ്യമായിട്ടുള്ള ഒരു വർക്കിംഗ് ക്യാപിറ്റലാണ് എന്തെന്ന് പറയുന്നത്? പെർമനൻറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ. അപ്പോൾ നമുക്കിത് എന്താണെന്ന് നോക്കാം. ദർ ഈസ് ഓൾവേസ് മിനിമം എമൗണ്ട് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ വിച്ച് ഈസ് കണ്ടിന്യൂസ്ലി റിക്വയർഡ് ബൈ ദി എൻ്റർപ്രൈസസ് ടു ക്യാരി ഔട്ട് ഇറ്റ്സ് നോർമൽ ബിസിനസ് ഓപ്പറേഷൻസ്. ഒരു കമ്പനിയുടെ നോർമൽ ബിസിനസ് ഓപ്പറേഷനിൽ അതിന് കണ്ടിന്യൂസ് ആയിട്ട് ആവശ്യമായിട്ടുള്ള മിനിമം എമൗണ്ട് ഓഫ് വർക്കിംഗ് ക്യാപിറ്റലിനെ പറയുന്ന പേരാണ് പെർമനൻറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ദിസ് ഈസ് യൂഷ്വലി കോൾഡ് പെർമനൻറ്റ് ഓർ ഫിക്സഡ് വർക്കിംഗ് ക്യാപിറ്റൽ. ഇതിന് സാധാരണയായിട്ട് പറയുന്നത് പെർമനൻറ്റ് ഓർ ഫിക്സഡ് വർക്കിംഗ് ക്യാപിറ്റലാണ്. കാരണം ഫിക്സഡ് ആയിട്ട് ആവശ്യമുള്ളത് കൊണ്ടാണ്. ദസ് ഫിക്സഡ് വർക്കിംഗ് ക്യാപിറ്റൽ ഓർ ഹാർഡ് കോർ എലമെൻറ്റ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ ഇസ് ദ മിനിമം എമൗണ്ട് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർഡ് ടു എൻഷുർ effective utilization of fixed assets and support the normal operation of the business. അപ്പോൾ നമ്മൾക്ക് ഒരു ഓർഗനൈസേഷന് മിനിമം എമൗണ്ട് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ ആവശ്യമായി വരുന്നത് എന്ത് പർപ്പസിന് വേണ്ടിയിട്ടാണ്? അത് ആ ഓർഗനൈസേഷൻ്റെ ഫിക്സഡ് അസറ്റിൻ്റെ യൂട്ടിലൈസേഷൻ, ഇഫക്റ്റീവ് യൂട്ടിലൈസേഷൻ ഉറപ്പുവരുത്താനും അതേപോലെ തന്നെ ആ ഓർഗനൈസേഷൻ്റെ നോർമൽ ഓപ്പറേഷനെ സപ്പോർട്ട് ചെയ്യാനും വേണ്ടിയിട്ടാണ് ഫിക്സഡ് വർക്കിംഗ് ക്യാപിറ്റൽ ആവശ്യമായി വരുന്നത്. അതാണ് അതിൻ്റെ പർപ്പസ് തന്നെ. അതുകൊണ്ട് തന്നെ നമുക്കതിനെ പെർമനൻറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ ഓർ ഫിക്സഡ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് വിളിക്കാം. ഇറ്റ് ഈസ് ദാറ്റ് പാർട്ട് ഓഫ് ക്യാപിറ്റൽ വിച്ച് ഈസ് പെർമനൻ്റ്ലി ബ്ലോക്ക്ഡ് ഇൻ കറൻറ്റ് അസറ്റ്സ്. ഇത് എന്ന് പറയുന്നത് നമ്മളുടെ കറൻറ്റ് അസറ്റ്സിൽ പെർമനൻ്റ്ലി ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന വർക്കിംഗ് ക്യാപിറ്റലാണ്. നമ്മൾ കറൻറ്റ് അസറ്റ്സ് എടുത്തു കഴിഞ്ഞാലും ഒരു ഫിക്സഡ് പാർട്ട് എന്ന് പറയുന്നത് നമ്മളുടെ ഓർഗനൈസേഷന് ആവശ്യമായിട്ടുള്ള വർക്കിംഗ് ക്യാപിറ്റൽ തന്നെയാണ് എന്ന് നമുക്ക് ഉറപ്പ് പറയാം. നെക്സ്റ്റ്, പെർമനൻറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ ഈസ് അഗെയിൻ ഡിവൈഡഡ് ഇൻറ്റു 3. അതായത് ഇനീഷ്യൽ വർക്കിംഗ് ക്യാപിറ്റൽ, റെഗുലർ വർക്കിംഗ് ക്യാപിറ്റൽ, റിസർവ് മാർജിൻ ഓർ കുഷ്യൻ വർക്കിംഗ് ക്യാപിറ്റൽ. അപ്പോൾ നമ്മൾക്കറിയാം പെർമനൻറ്റ് വർക്കിംഗ് ക്യാപിറ്റലിനെ വീണ്ടും ഡിവൈഡഡ് ചെയ്തിട്ടുണ്ട്. ഇനീഷ്യൽ വർക്കിംഗ് ക്യാപിറ്റൽ, റെഗുലർ വർക്കിംഗ് ക്യാപിറ്റൽ, റിസർവ് മാർജിൻ ഓർ ക്യൂഷ്യൻ വർക്കിംഗ് ക്യാപിറ്റൽ. അതിൽ ഇനീഷ്യൽ വർക്കിംഗ് ക്യാപിറ്റൽ എന്താണെന്ന് നമുക്ക് നോക്കാം. പെർമനൻറ്റ് വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ ഒരു പാർട്ടാണ്. അതിനെ ഡിവൈഡ് ചെയ്തിട്ടുള്ളതിൽ ഒന്നാമത്തെ പോയിൻ്റാണ് ഇനീഷ്യൽ വർക്കിംഗ് ക്യാപിറ്റൽ. ഇനീഷ്യൽ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ഒരു ഓർഗനൈസേഷൻ്റെ ഇനീഷ്യൽ സ്റ്റേജിൽ ആവശ്യമായിട്ടുള്ള വർക്കിംഗ് ക്യാപിറ്റലിനെ പറയുന്ന പേരാണ്
ഇനീഷ്യൽ വർക്കിംഗ് ക്യാപിറ്റൽ, അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള വർക്കിംഗ് ക്യാപിറ്റലാണ് ഇനീഷ്യൽ വർക്കിംഗ് ക്യാപിറ്റൽ. അപ്പോൾ ദ വർക്കിംഗ് ക്യാപിറ്റൽ വിച്ച് ഈസ് നീഡഡ് ഇൻ ദി ഇനീഷ്യൽ സ്റ്റേജ് ഓഫ് ബിസിനസ് ഈസ് കോൾഡ് ഇനീഷ്യൽ വർക്കിംഗ് ക്യാപിറ്റൽ. ഒരു ഓർഗനൈസേഷൻ്റെ തുടക്കത്തിൽ ആവശ്യമായിട്ടുള്ള വർക്കിംഗ് ക്യാപിറ്റൽ നമുക്ക് എന്ത് പറയാം? ഇനീഷ്യൽ വർക്കിംഗ് ക്യാപിറ്റൽ. ഇറ്റ് ഈസ് ദ ക്യാപിറ്റൽ വിച്ച് ഇസ് ദ പ്രോജക്റ്റ് ഈസ് കമൻസ്ഡ്. ഒരു പ്രോജക്റ്റ് കമൻസ് ചെയ്യുമ്പോൾ ആവശ്യമായിട്ടുള്ള ക്യാപിറ്റലിനെ നമുക്ക് എന്ത് പറയാം? ഇനീഷ്യൽ വർക്കിംഗ് ക്യാപിറ്റൽ. ദെൻ രണ്ടാമത്തത് റെഗുലർ വർക്കിംഗ് ക്യാപിറ്റൽ. എന്താണ് റെഗുലർ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ? ഒരു ഓർഗനൈസേഷൻ്റെ പേര് പോലെ തന്നെ ഒരു ഓർഗനൈസേഷനിൽ കണ്ടിന്യൂസ് ഓപ്പറേഷൻ ആവശ്യമായിട്ടുള്ള ക്യാപിറ്റലാണ് റെഗുലർ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. എന്താണ്? കണ്ടിന്യൂസ് ഓപ്പറേഷന്. ഒരു കമ്പനി ആയിക്കഴിഞ്ഞാൽ ആ കമ്പനി നമ്മൾ പറയാറുള്ളത് ഗോയിങ് കൺസേൺ എന്നാണ് പറയാറ്. അത് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഓപ്പറേറ്റ് ചെയ്ത് പോവുകയാണ്. അതിനപ്പോൾ ഡെയിലി നമ്മൾ ആവശ്യമായിട്ടുള്ളതാണ്, എപ്പോഴും നമുക്ക് ആവശ്യം, റെഗുലറായിട്ട് ആവശ്യമായിട്ടുള്ള വർക്കിംഗ് ക്യാപിറ്റൽ നമുക്ക് എന്ത് പറയാം? റെഗുലർ വർക്കിംഗ് ക്യാപിറ്റൽ. അപ്പം എന്താന്ന് നോക്കാം. ഇറ്റ് ഈസ് ദ എമൗണ്ട് നീഡഡ് ഫോർ കണ്ടിന്യൂസ് ഓപ്പറേഷൻ ഓഫ് ദി ബിസിനസ്. ഒരു ബിസിനസ്സിൻ്റെ കണ്ടിന്യൂസ് ഓപ്പറേഷൻ ആവശ്യമായിട്ടുള്ള എമൗണ്ടിനെ നമുക്ക് എന്ത് പറയാം? റെഗുലർ വർക്കിംഗ് ക്യാപിറ്റൽ. ഇറ്റ് ഈസ് ദ എമൗണ്ട് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർഡ് ആഫ്റ്റർ ദി പ്രൊജക്റ്റ് ഹാസ് ബീൻ എസ്റ്റാബ്ലിഷ്ഡ് ആസ് എ ഗോയിങ് കൺസേൺ. ഒരു കമ്പനി തുടങ്ങി അതിൻ്റെ കമൻസ്മെൻറ്റ് നടന്നതിന് ശേഷം അതിൻ്റെ ആ കമ്പനി ഓൺഗോയിങ് ആയി അതിൻ്റെ വർക്കിംഗ് തുടങ്ങിക്കൊണ്ട് അത് കണ്ടിന്യൂസ് ആയി പോകുമ്പോൾ ആവശ്യമായിട്ടുള്ള വർക്കിംഗ് ക്യാപിറ്റലാണ് എന്ത്? റെഗുലർ വർക്കിംഗ് ക്യാപിറ്റൽ. ഇറ്റ് ഈസ് ദ മിനിമം എമൗണ്ട് ഓഫ് ലിക്വിഡ് ക്യാപിറ്റൽ ടു കീപ്പ് അപ്പ് ദ ക്യാപിറ്റൽ സർക്കുലേറ്റിംഗ് ഫ്രം ക്യാഷ് ടു ഇൻവെൻ്ററീസ് ടു റിസീവബിൾസ് ആൻഡ് ബാക്ക് അഗെയിൻ ടു ക്യാഷ്. അപ്പോൾ ഇതെന്ന് പറയുന്നത് റെഗുലർ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് നമ്മൾ സർക്കുലേറ്റിംഗ് ചെയ്യാനുള്ള ക്യാഷാണ്. നമ്മുടെ കയ്യിൽ ക്യാഷ് ഉണ്ടാവണം. എന്താണ്? മിനിമം എമൗണ്ട് ഓഫ് ലിക്വിഡ് ക്യാപിറ്റൽ ടു കീപ്പ് അപ്പ് ദി ക്യാപിറ്റൽ സർക്കുലേറ്റിംഗ് ഫ്രം ക്യാഷ് ടു ഇൻവെൻ്ററീസ് ടു റിസീവബിൾസ് ആൻഡ് ബാക്ക് അഗെയിൻ ടു ക്യാഷ്. അതായത് ഒരു കമ്പനി തുടങ്ങിക്കഴിഞ്ഞാൽ ആ കമ്പനിയുടെ കയ്യിൽ മിനിമം എമൗണ്ട് ഓഫ് ലിക്വിഡ് ക്യാഷ് നീഡഡാണ്. കാരണം എന്തുകൊണ്ടാണ്? ആ കമ്പനിക്ക് ആവശ്യമായിട്ടുള്ള റോ മെറ്റീരിയൽ വാങ്ങിക്കണം. ആ റോ മെറ്റീരിയൽ വാങ്ങിച്ചതിന് ശേഷം അതിനെ ഫിനിഷ്ഡ് ഗുഡ്സ് ആക്കണം. അതിന് ക്യാഷ് ആവശ്യമാണ്. ഫിനിഷ്ഡ് ഗുഡ്സ് ആക്കിയതിന് ശേഷം വീണ്ടും വിൽക്കണം. വിൽറ്റിട്ട് അത് വീണ്ടും ക്യാഷാക്കി വരണം. അപ്പോൾ അതുവരെയുള്ള ആവശ്യമായിട്ടുള്ള ഫണ്ട് എന്ന് പറയുന്നത് റെഗുലർ വർക്കിംഗ് ക്യാപിറ്റൽ ആണ് എന്ന് നമുക്ക് പറയാം. നെക്സ്റ്റ്, റിസർവ് മാർജിൻ ഓർ കുഷ്യൻ വർക്കിംഗ് ക്യാപിറ്റൽ. റിസർവ് മാർജിൻ ഓർ കുഷ്യൻ വർക്കിംഗ് ക്യാപിറ്റൽ. എന്താണ് റിസർവ് മാർജിൻ ഓർ കുഷ്യൻ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്? നമ്മൾ റെഗുലർ വർക്കിംഗ് ക്യാപിറ്റൽ കൂടാതെ കുറച്ച് എക്സസ് എമൗണ്ട് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ വി ക്യാൻ ക്യാപ്റ്റ്. എന്തിനാണ് ഈ ക്യാപ്റ്റ് ചെയ്യുന്നത്? അത് ഫോർ എമർജൻസി സിറ്റുവേഷൻസ്. ചില കണ്ടിൻജൻസി സിറ്റുവേഷന് ഫേസ് ചെയ്യുന്ന സമയത്ത് നമ്മൾക്ക് കുറച്ച് ഫണ്ട് ആവശ്യമായി വരും. ആ ഫണ്ടാണ് എന്തെന്ന് പറയുന്നത്? റിസർവ് മാർജിൻ എന്ന് പറയുന്നത്. അത്തരം റിസർവ് മാർജിൻ ഉപയോഗിക്കാറ് റൈസ് ഇൻ പ്രൈസസ് ഓഫ് റോ മെറ്റീരിയൽസ്, ഡിപ്രഷന്, സ്ട്രൈക്ക്, അങ്ങനെയൊക്കെയുള്ള സമയത്ത് നമുക്ക് ഫണ്ട് അധികമായിട്ട് വേണ്ടി വരും. റെഗുലർ വർക്കിംഗ് ക്യാപിറ്റലിനേക്കാളും കൂടുതലായിട്ട് ഫണ്ട് ആവശ്യമായി വരും. ആ സമയത്ത് നമുക്ക് ഫണ്ട് എടുക്കാൻ പറ്റിയെന്ന് വരില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് ഫണ്ട് റിസർവ് ആയിട്ട് മാറ്റി വെക്കുന്നത് കൊണ്ടാണ് റിസർവ് മാർജിൻ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ എക്സസ് വർക്കിംഗ് ക്യാപിറ്റൽ ഓവർ ദി റെഗുലർ വർക്കിംഗ് ക്യാപിറ്റൽ ദാറ്റ് ഷുഡ് ബി കെപ്റ്റ് ഇൻ റിസർവ് ഫോർ കണ്ടിൻജൻസീസ് ദാറ്റ് മേ അറൈസ് അറ്റ് എനി ടൈം. നമ്മളുടെ ഒരു കമ്പനിയിൽ ഏത് സമയത്തും കണ്ടിൻജൻസി ഉണ്ടാവാം. ആ കണ്ടിൻജൻസി ഉണ്ടാവുന്നതിന് വേണ്ടി, അത് മീറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ കുറച്ച് വർക്കിംഗ് ക്യാപിറ്റൽ, റെഗുലർ വർക്കിംഗ് ക്യാപിറ്റലിനേക്കാളും കൂടുതലായിട്ട് കുറച്ച് എമൗണ്ട് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ നമ്മൾ എന്ത് ചെയ്യണം? റിസർവ് ചെയ്യുന്നതിനെ പറയുന്ന പേരാണ് റിസർവ് മാർജിൻ എന്ന് പറയുന്നത്. ദീസ് കണ്ടിൻജൻസീസ് മേ ബി റൈസ് ഇൻ പ്രൈസസ്, ബിസിനസ് ഡിപ്രഷൻ, സ്ട്രൈക്സ്, സ്പെഷ്യൽ ഓപ്പറേഷൻസ് സച്ച് ആസ് എക്സ്പെരിമെന്റ്സ് വിത്ത് ന്യൂ പ്രോഡക്ട്സ്. ഈ കണ്ടിൻജൻസീസ് വരാറുള്ളത്
പറയാനുള്ളത് പ്രൈസ് റൈസ് ചെയ്യുമ്പോഴും ഡിപ്രഷൻ ഉണ്ടാവുന്ന സമയത്തും സ്ട്രൈക്ക് ഉണ്ടാവുന്ന സമയത്തും സ്പെഷ്യൽ ഓപ്പറേഷൻസ് സച്ച് ആസ് എക്സ്പെരിമെൻറ്റ്സ് വിത്ത് ന്യൂ പ്രോഡക്ട്സ്, നമ്മൾക്ക് ന്യൂ പ്രോഡക്ട്സിൽ എക്സ്പെരിമെൻറ്റ് ചെയ്യുന്ന സമയത്തൊക്കെ നമുക്ക് ഫണ്ട് ആവശ്യമാണ്. ആ ഫണ്ട് നമ്മൾക്ക് കിട്ടുന്നത് ഇങ്ങനെ റിസർവ് ചെയ്തെങ്കിൽ മാത്രമേ കിട്ടുള്ളൂ. അതുകൊണ്ടാണ് റിസർവ് മാർജിൻ എപ്പോഴും സൂക്ഷിക്കാൻ പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ പെർമനൻറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ പറഞ്ഞു. അതിൻ്റെ 3 ടൈപ്സ് പറഞ്ഞു. ഇനീഷ്യൽ വർക്കിംഗ് ക്യാപിറ്റൽ, ദെൻ റെഗുലർ വർക്കിംഗ് ക്യാപിറ്റൽ, റിസർവ് മാർജിൻ. നെക്സ്റ്റ് പറയാനുള്ളത് വേരിയബിൾ വർക്കിംഗ് ക്യാപിറ്റലാണ്. എന്താണ് വേരിയബിൾ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്? പെർമനൻറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ഫിക്സഡ് ആണ്, എപ്പോഴും ഫിക്സഡ് ആയിട്ട് പോകുകയാണ് ചെയ്യുന്നത്. എന്നാൽ ടെമ്പററി വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ അത് വേരി ചെയ്യുന്നു. എങ്ങനെ? വോളിയം ഓഫ് ദ ബിസിനസ്സിനനുസരിച്ച്, അക്കോർഡിംഗ് ടു ദി വോളിയം ഓഫ് ദി ബിസിനസ്സിൻ്റെ വോളിയത്തിനനുസരിച്ച് വേരിയബിൾ വർക്കിംഗ് ക്യാപിറ്റൽ വേരി ചെയ്യുന്നു. അത് ചേഞ്ച് ചെയ്യുന്നുണ്ട് എങ്കിൽ അത്തരം വർക്കിംഗ് ക്യാപിറ്റലിനെ പറയുന്ന പേരാണ് വേരിയബിൾ വർക്കിംഗ് ക്യാപിറ്റൽ. ഇതെന്ന് പറഞ്ഞാൽ നമ്മൾക്ക് സ്പെഷ്യൽ നീഡ് ഉണ്ടാവുക, സീസണൽ നീഡ്സ് ഉണ്ടാവുക, അത്തരം സമയങ്ങളിൽ അഡീഷണൽ ക്യാപിറ്റൽ വി ക്യാൻ നീഡഡ്. നമ്മൾക്ക് അഡീഷണൽ ക്യാപിറ്റൽ ആവശ്യമായിട്ട് വരികയാണെങ്കിൽ അത്തരം ക്യാപിറ്റലിന് പറയുന്ന പേരാണ് വേരിയബിൾ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. എനി എമൗണ്ട് ഓഫ്, ഇതെന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. എനി എമൗണ്ട് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ over and above the permanent working capital is variable or temporary working capital. നമ്മൾക്ക് പെർമനൻറ്റ് വർക്കിംഗ് ക്യാപിറ്റലിനേക്കാളും കൂടുതലായിട്ട് വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ എമൗണ്ട് ആവശ്യമായി വരുന്നുണ്ട് ചില സന്ദർഭങ്ങളിൽ. അത്തരം സന്ദർഭങ്ങളിൽ നമ്മൾക്ക് ആവശ്യമായി വരുന്ന വർക്കിംഗ് ക്യാപിറ്റലിനെ പറയുന്ന പേരാണ് വേരിയബിൾ വർക്കിംഗ് ക്യാപിറ്റൽ. ചേഞ്ച് വരികയാണ്, നമ്മൾ പെർമനൻറ്റ് വർക്കിംഗ് ക്യാപിറ്റലിനേക്കാളും കൂടുതലായിട്ട് വർക്കിംഗ് ക്യാപിറ്റൽ ആവശ്യമായി വരികയാണെങ്കിൽ അപ്പോൾ പറയണം വേരിയബിൾ വർക്കിംഗ് ക്യാപിറ്റൽ. പേര് തന്നെയാണ് അതിൻ്റെ. നിങ്ങൾക്ക് എല്ലാറ്റിനും ആ പേരിൽ നിന്ന് തന്നെ എഴുതാൻ പറ്റുന്നതേ ഉള്ളൂ, നിങ്ങളത് മനസ്സിലാക്കിയാൽ മതി. ഇറ്റ് ഈസ് ദ വർക്കിംഗ് ക്യാപിറ്റൽ വിച്ച് വേരിയസ് വിത്ത് വോളിയം ഓഫ് ദ ബിസിനസ്സിൻ്റെ വോളിയം ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് വർക്കിംഗ് ക്യാപിറ്റലിലും വ്യത്യാസം ഉണ്ടാവുകയാണ്. ദിസ് ഈസ് അഡീഷണൽ ക്യാപിറ്റൽ നീഡഡ് ടു മീറ്റ് സീസണൽ ആൻഡ് സ്പെഷ്യൽ നീഡ്സ്. നമ്മുടെ ഓർഗനൈസേഷൻ്റെ സ്പെഷ്യൽ നീഡ്സും സീസണൽ നീഡ്സിനും അനുസരിച്ച് എക്കണോമിയിൽ ഉണ്ടാവുന്ന അല്ലെങ്കിൽ ആ പ്ലേസിൽ ഉണ്ടാവുന്ന ലൊക്കേഷനിൽ ഉണ്ടാവുന്ന കമ്പനിക്ക് തന്നെ ഉണ്ടാവുന്ന സീസണൽ ആൻഡ് സ്പെഷ്യൽ നീഡ്സിനനുസരിച്ച് അഡീഷണൽ ക്യാപിറ്റൽ ഉണ്ടാവുകയാണെങ്കിൽ അതിന് പറയുന്ന പേരാണ് വേരിയബിൾ വർക്കിംഗ് ക്യാപിറ്റൽ. നമ്മൾ പെർമനൻറ്റ് വർക്കിംഗ് ക്യാപിറ്റലിൽ ഇതുപോലെ തന്നെ വേരിയബിൾ വർക്കിംഗ് ക്യാപിറ്റലിനെ അഗെയിൻ ക്ലാസ് ഡിവൈഡഡ് ഇൻടു 2 സീസണൽ വർക്കിംഗ് ക്യാപിറ്റൽ, സ്പെഷ്യൽ വർക്കിംഗ് ക്യാപിറ്റൽ. സീസണൽ വർക്കിംഗ് ക്യാപിറ്റൽ ആൻഡ് സ്പെഷ്യൽ വർക്കിംഗ് ക്യാപിറ്റൽ. സീസണൽ വർക്കിംഗ് ക്യാപിറ്റൽ എന്താണെന്ന് നമുക്ക് നോക്കാം. എന്താണ് സീസണൽ വർക്കിംഗ് ക്യാപിറ്റൽ? സീസണൽ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ സീസണിനനുസരിച്ച് നമ്മളുടെ പ്രോഡക്റ്റിൻ്റെ ഡിമാൻഡ് കൂടും, അതിനനുസരിച്ച് ആ പ്രോഡക്റ്റ് നമ്മൾ കൂടുതലായി ഉൽപ്പാദിപ്പിക്കേണ്ടി വരും. അപ്പോൾ നമുക്ക് എന്ത് ആവശ്യം വരികയാണ്? വർക്കിംഗ് ക്യാപിറ്റൽ ആവശ്യമായി വരികയാണ്. അതിന് പറയുന്ന പേരാണ് സീസണൽ വർക്കിംഗ് ക്യാപിറ്റൽ. അപ്പോൾ ഇറ്റ് ഈസ് ദ വർക്കിംഗ് ക്യാപിറ്റൽ വിച്ച് ഇസ് നീഡഡ് ടു മീറ്റ് ദ സീസണൽ നീഡ്സ് ഓഫ് ദി ഫേം. ഒരു ഫേമിൻ്റെ സീസണൽ നീഡ്സിന് ആവശ്യമായിട്ടുള്ള ഫണ്ടിനെ പറയുന്ന പേരാണ് എന്താണ്? സീസണൽ വർക്കിംഗ് ക്യാപിറ്റൽ. നമ്മൾക്കറിയാം മഴക്കാലത്ത് കുട കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കുടക്കമ്പനിക്ക് മഴക്കാലത്തിന് ആവശ്യമായിട്ടുള്ള ഫണ്ട് എന്ന് പറയുന്നത് കൂടുതലായിരിക്കും. വർക്കിംഗ് ക്യാപിറ്റൽ, സീസണൽ വർക്കിംഗ് ക്യാപിറ്റൽ കൂടുതലായിരിക്കും. ഇറ്റ് റെഫേഴ്സ് ടു ദി അഡീഷണൽ വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർഡ് ഡ്യൂറിങ് ബിസി സീസൺ. ബിസി സീസണിൽ അഡീഷണൽ വർക്കിംഗ് ക്യാപിറ്റൽ കൂടുതലായിട്ട് ആവശ്യമായി വരും. അഡീഷണൽ വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർഡ് ഡ്യൂറിങ് ബിസി സീസണിൽ ആവശ്യമായി വരും. നെക്സ്റ്റ് സ്പെഷ്യൽ വർക്കിംഗ് ക്യാപിറ്റൽ. എന്താണ് സ്പെഷ്യൽ വർക്കിംഗ് ക്യാപിറ്റൽ? സ്പെഷ്യൽ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ സ്പെഷ്യൽ ഒക്കേഷനിൽ നമുക്ക് വരുന്ന വർക്കിംഗ് ക്യാപിറ്റലാണ്. എക്സ്ട്രാ വർക്കിംഗ് ക്യാപിറ്റൽ നീഡഡ് ഫോർ ദി സ്പെഷ്യൽ ഒക്കേഷൻ ഓർ സ്പെഷ്യൽ ഓപ്പറേഷൻ. സ്പെഷ്യൽ ഓപ്പറേഷൻ നടക്കുന്ന സമയത്ത് അല്ലെങ്കിൽ സ്പെഷ്യൽ ഒക്കേഷനിൽ നമുക്ക് എന്തുണ്ടാവുകയാണ്? എക്സ്ട്രാ വർക്കിംഗ് ക്യാപിറ്റൽ ആവശ്യമായി വരികയാണെങ്കിൽ അതിന് പറയുന്ന പേരാണ് സ്പെഷ്യൽ വർക്കിംഗ് ക്യാപിറ്റൽ. ദിസ് ഈസ് റെഫേഴ്സ് ടു ദ എക്സ്ട്രാ വർക്കിംഗ് ക്യാപിറ്റൽ ടു ബി മെയിൻറ്റെയിൻ ടു ഫിനാൻസ് സ്പെഷ്യൽ ഓപ്പറേഷൻസ്. സ്പെഷ്യൽ ഓപ്പറേഷൻസ്
മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എക്സ്ട്രാ വർക്കിംഗ് ക്യാപിറ്റൽ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ പറയുന്ന പേരാണ് സ്പെഷ്യൽ വർക്കിംഗ് ക്യാപിറ്റൽ. ഇറ്റ് മേ ബി റിക്വയർഡ് ടു ക്യാരി ഓൺ എ സ്പെഷ്യൽ സെയിൽസ് ക്യാമ്പയിൻസ് ഓർ ഫിനാൻസിങ് സ്ലോ മൂവിങ് സ്റ്റോക്ക് ഓർ ഫിനാൻസിങ് എ പീരീഡ് ഓഫ് സ്ട്രൈക്ക് ഓർ ലോക്കൗട്ട്. അതായത് ഒരു ഓർഗനൈസേഷൻ ലോക്കൗട്ട് ഉണ്ടാവുക, സ്ട്രൈക്ക് ഉണ്ടാവുക, അല്ലെങ്കിൽ ആ കമ്പനിയുടെ പ്രോഡക്റ്റിൻ്റെ സ്റ്റോക്ക് സ്ലോ ആയിട്ട് മൂവ് ചെയ്യുക, അതായത് അധികം ഡിമാൻഡ് ഇല്ലാത്ത സമയത്ത് സെയിൽസ് ക്യാമ്പയിൻ നടത്തുന്ന സമയത്ത്, സ്പെഷ്യൽ സെയിൽസ് ക്യാമ്പയിൻ നടത്തുന്ന സമയത്ത് സ്പെഷ്യൽ വർക്കിംഗ് ക്യാപിറ്റൽ ആവശ്യമായിട്ട് വരികയാണ്. അഡീഷണൽ വർക്കിംഗ് ക്യാപിറ്റൽ മെയിൻറ്റെയിൻ ചെയ്യണം. അതിനെ പറയുന്ന പേരാണ് സ്പെഷ്യൽ വർക്കിംഗ് ക്യാപിറ്റൽ. ഇത്രയും കാര്യങ്ങളാണ് വേരിയബിൾ വർക്കിംഗ് ക്യാപിറ്റൽ പറയുന്നത്. വേരിയബിൾ വർക്കിംഗ് ക്യാപിറ്റൽ ടു ടൈപ്സ്, ടു ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്, സീസണൽ ആൻഡ് സ്പെഷ്യൽ വർക്കിംഗ് ക്യാപിറ്റൽ. നെക്സ്റ്റ് ടെമ്പററി വർക്കിംഗ് ക്യാപിറ്റലും സ്പെഷ്യൽ ടെമ്പററി വർക്കിംഗ് ക്യാപിറ്റലും വേരിയബിൾ വർക്കിംഗ് ക്യാപിറ്റലും തമ്മിലുള്ള ഡിഫറൻസ് എന്താ പറയുക, ആ ഒരു ചാർട്ടിലൂടെ നമുക്ക് പഠിക്കാം. എങ്ങനെയാണ് പെർമനന്റ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്? ഒരു എക്സ്പാൻഷനും നടക്കാത്ത സമയത്ത്, ഫസ്റ്റ് ഫിഗർ നോക്കുക, ഒരു എക്സ്പാൻഷനും നടക്കാത്ത സമയത്ത് നോക്കിയേ, ഫിക്സഡ് വർക്കിംഗ് ക്യാപിറ്റൽ ഫിക്സഡ് ആയിട്ട് തന്നെ പോവുകയാണ്. എന്നാൽ ടെമ്പററി വർക്കിംഗ് ക്യാപിറ്റൽ ഇങ്ങനെ കുറഞ്ഞതിന്ന് കൂടുന്നു, പിന്നെ കുറയുന്നു, കൂടുന്നു, വേരി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ കൂടുന്നു, പിന്നെ കുറയുന്നു, പിന്നെ കൂടുന്നു, പിന്നെ കുറയുന്നു, പിന്നെ കൂടുന്നു, പിന്നെ കുറയുന്നു. ഇങ്ങനെ കൂടിയിട്ടും കുറഞ്ഞിട്ടും പോവുക, വേരി ചെയ്തിട്ട് പോവുകയാണ് ടെമ്പററി വർക്കിംഗ് ക്യാപിറ്റൽ. പെർമനന്റ് വർക്കിംഗ് ക്യാപിറ്റൽ ആ സമയത്ത് ഒരേപോലെ തന്നെയാണ് പോകുന്നത്. എന്നാൽ സെക്കൻഡ് ഫിഗർ നോക്കുക. സെക്കൻഡ് ഫിഗറിൽ പെർമനന്റ് വർക്കിംഗ് ക്യാപിറ്റൽ കുറച്ച് സ്ലൈറ്റ്ലി ചേഞ്ച് ചെയ്തിട്ട് കുറച്ച് ഹൈക്കിലേക്ക് പോകുന്നുണ്ട്. ബിക്കോസ് ഓഫ് എന്തുകൊണ്ടായിരിക്കും? ഡ്യൂ ടു എക്സ്പാൻഷൻ ഓഫ് ദി ബിസിനസ് ആൻഡ് വോളിയം ഓഫ് ദി ബിസിനസ്. ബിസിനസ്സിൻ്റെ എക്സ്പാൻഷൻ കൂടിക്കഴിഞ്ഞു, പ്ലാന്റ് ആൻഡ് മെഷീനറിയുടെ കപ്പാസിറ്റി കൂട്ടി, അങ്ങനെയൊക്കെ വരികയാണെങ്കിൽ ഒരു ഓർഗനൈസേഷനിൽ പെർമനന്റ് വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ എമൗണ്ട് നമ്മൾ കൂടുതലായിട്ട് മെയിൻറ്റെയിൻ ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് നമ്മളുടെ ടെമ്പററി വർക്കിംഗ് ക്യാപിറ്റൽ നോക്കുക. അപ്പോഴാണെങ്കിലും ടെമ്പററി വർക്കിംഗ് ക്യാപിറ്റൽ എന്ത് ചെയ്യാണ്? കൂടുന്നു, കുറയുന്നു, കുറയുന്നു, കൂടുന്നു, കൂടുന്നു, കുറയുന്നു, അങ്ങനെ പോവുകയാണ്. അപ്പോൾ എപ്പോഴും ടെമ്പററി വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് എന്താണ്? ഇങ്ങനെ കൂടിയും കുറഞ്ഞും പോവുകയാണ്. പെർമനന്റ് ക്യാപിറ്റൽ ഒരു പരിധി വരെ, സം എക്സ്റ്റെൻറ്റ് ഇറ്റ് ക്യാൻ ബി എന്തായിരിക്കും? പെർമനന്റ് തന്നെയായിരിക്കും. മറ്റത് എന്താണ്? ഒരു പരിധി കഴിഞ്ഞു കഴിഞ്ഞാൽ, ഒരു എക്സ്റ്റെൻറ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പെർമനന്റ് വർക്കിംഗ് ക്യാപിറ്റലിൽ വ്യത്യാസം വരുന്നു. കാരണം ഓർഗനൈസേഷൻ്റെ എക്സ്പാൻഷൻ മുഖേന അതിൻ്റെ എമൗണ്ട്, പെർമനന്റ് വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ എമൗണ്ട് കുറച്ചും കൂടി ഇൻക്രീസ് ചെയ്യാൻ സാധ്യതയുണ്ട്. ഇൻക്രീസ് ചെയ്താലും കൂടി അത് ഇങ്ങനെ കൂടിക്കഴിഞ്ഞാൽ കൂടി തന്നെ പോകുള്ളൂ, അല്ലാതെ കൂടിയും കുറഞ്ഞും ഇങ്ങനെ വേരിയേഷൻ വരില്ല പെർമനന്റ് വർക്കിംഗ് ക്യാപിറ്റൽ. അതെന്താണ് ഒന്നുകൂടി ഞാനത് നോട്ടായിട്ട് തന്നിട്ടുള്ളതൊന്ന് ഞാൻ നോക്കാം. ഫിഗർ ഫസ്റ്റ് വൺ, പെർമനന്റ് വർക്കിംഗ് ക്യാപിറ്റൽ ഈസ് ഫിക്സഡ് ഓവർ എ ടൈം വൈൽ ദി ടെമ്പററി വർക്കിംഗ് ക്യാപിറ്റൽ ഫ്ലക്ച്വേറ്റ്സ്. ഫസ്റ്റ് ഫിഗറിൽ പെർമനന്റ് വർക്കിംഗ് ക്യാപിറ്റൽ ഫിക്സഡ് തന്നെയാണ് കുറേ ടൈം ആ സമയത്ത്. എന്നാൽ ടെമ്പററി വർക്കിംഗ് ക്യാപിറ്റൽ ഫ്ലക്ച്വേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി ഫിഗർ 2ലേക്ക് നോക്കുമ്പോൾ പെർമനന്റ് വർക്കിംഗ് ക്യാപിറ്റൽ ഈസ് ഓൾസോ ഇൻക്രീസിങ് വിത്ത് ദ പാസേജ് ഓഫ് ടൈം ഡ്യൂ ടു എക്സ്പാൻഷൻ ഓഫ് എ ബിസിനസ്. ഒരു ബിസിനസ്സിൻ്റെ എക്സ്പാൻഷൻ നടക്കുന്നത് കൊണ്ടും ആ ബിസിനസ്സിൻ്റെ ടൈം കൂടുന്നത്, കാലം അതിക്രമിക്കുന്നതിനനുസരിച്ചും ബിസിനസ്സിൻ്റെ എക്സ്പാൻഷൻ അനുസരിച്ചും പെർമനന്റ് വർക്കിംഗ് ക്യാപിറ്റലിൽ ഇൻക്രീസ് ഉണ്ടാവുകയാണ്. എന്നാൽ variable working capital doesn't fluctuate as variable working capital. എന്നാൽ നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടാവും പെർമനന്റ് വർക്കിംഗ് ക്യാപിറ്റൽ വേരിയബിൾ വർക്കിംഗ് ക്യാപിറ്റൽ പോലെ ഫ്ലക്ച്വേറ്റ് ചെയ്യുന്നില്ല, ഒരേ ലെവലിൽ തന്നെയാണ് പോകുന്നത്. വേരിയബിൾ വർക്കിംഗ് ക്യാപിറ്റൽ സംടൈം ഇൻക്രീസസ് ആൻഡ് സംടൈം ഡിക്രീസസ്. വേരിയബിൾ വർക്കിംഗ് ക്യാപിറ്റൽ ആ സമയത്തും എന്താണ്? ഇൻക്രീസ് ചെയ്ത് ഡിക്രീസ് ചെയ്തിട്ട് തന്നെയാണ് പോകുന്നത്. നിങ്ങൾക്ക് കാണുന്നുണ്ട്, ഇൻക്രീസ് ചെയ്ത് ഡിക്രീസ് ചെയ്തിട്ടാണ് പോകുന്നത്. ഇവിടെ പെർമനന്റ് വർക്കിംഗ് ക്യാപിറ്റൽ അധികം എന്താവുന്നില്ല,
ഇങ്ങനെ ഫ്ലക്ച്വേഷൻ നടക്കുന്നില്ല. അതൊരു പെർമനൻ്റ് ആയിട്ട് തന്നെയാണ് പോകുന്നത്. കാരണം ഇവിടെ കൂടിയിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ കാലം ഇപ്പോൾ ഒരു 2 വർഷം 3 വർഷം കൂടുമ്പോൾ നമ്മൾ ആദ്യം വർക്കിംഗ് ക്യാപിറ്റൽ എത്രയാണോ സൂക്ഷിച്ചിരുന്നത് അതുപോലെയല്ല സൂക്ഷിക്കുക, അതിനേക്കാളും വ്യത്യാസമായിട്ടാണ് നമ്മൾ സൂക്ഷിക്കുക, മെയിൻറ്റെയിൻ ചെയ്യുക. അത്ര കാലം കൂടുന്നതിനനുസരിച്ചും ബിസിനസ്സിൻ്റെ എക്സ്പാൻഷൻ കൂടുന്നതിനനുസരിച്ചും ഇത് വ്യത്യാസം വരും. പെർമനൻറ്റ് വർക്കിംഗ് ക്യാപിറ്റലിൽ വ്യത്യാസം വന്നു എന്ന് മാത്രമേ ഉള്ളൂ. ടെമ്പററി വർക്കിംഗ് ക്യാപിറ്റൽ ആണെങ്കിലോ എപ്പോഴും ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. അത് ഏത് ടൈമിലും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് അതർ ടൈപ്സ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റലിൽ വരുന്നത് ബാലൻസ് ഷീറ്റ് വർക്കിംഗ് ക്യാപിറ്റലും ക്യാഷ് വർക്കിംഗ് ക്യാപിറ്റലും നോക്കാം. ബാലൻസ് ഷീറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ ആൻഡ് ക്യാഷ് വർക്കിംഗ് ക്യാപിറ്റൽ. ബാലൻസ് ഷീറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ബാലൻസ് ഷീറ്റിലെ കാണുന്ന വർക്കിംഗ് ക്യാപിറ്റൽ മാത്രമാണ് എന്താണ് ബാലൻസ് ഷീറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ. ബാലൻസ് ഷീറ്റിൽ വരുന്ന വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റലും നെറ്റ് വർക്കിംഗ് ക്യാപിറ്റലും. ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ എന്താണ്? ടോട്ടൽ കറണ്ട് അസറ്റ്സ് ആണ്. നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ എന്താണ്? കറണ്ട് അസറ്റ്സ് മൈനസ് കറണ്ട് ലയബിലിറ്റീസ് ആണ്. ടോട്ടൽ കറണ്ട് അസറ്റ്സ് മൈനസ് ടോട്ടൽ കറണ്ട് ലയബിലിറ്റീസ് ഈസ് എ നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ. ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ ഈസ് എ ടോട്ടൽ കറണ്ട് അസറ്റ്സ്. ഇത് രണ്ടും ബാലൻസ് ഷീറ്റിലുണ്ട് എങ്കിൽ അതിന് പറയുന്ന പേരാണ് നമ്മൾ ബാലൻസ് ഷീറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ. അപ്പോൾ ബാലൻസ് ഷീറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ബാലൻസ് ഷീറ്റിൽ അപ്പിയർ ചെയ്യുന്ന വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ ഐറ്റംസിന് നിന്നുണ്ടാവുന്ന വർക്കിംഗ് ക്യാപിറ്റലാണ് എന്തെന്ന് പറയുന്നത് ബാലൻസ് ഷീറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ. അപ്പോൾ നമുക്ക് നോക്കാം. ദിസ് ഈസ് കാൽക്കുലേറ്റഡ് ഫ്രം ദി ഐറ്റംസ് അപ്പിയറിംഗ് ഇൻ ദ ബാലൻസ് ഷീറ്റ്. ബാലൻസ് ഷീറ്റിലെ ഐറ്റത്തിൽ നിന്ന് ഉണ്ടാക്കുന്ന വർക്കിംഗ് ക്യാപിറ്റൽ ആണ് എന്തെന്ന് പറയുന്നത് ബാലൻസ് ഷീറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ. Both gross working capital and net working capital are the examples of the balance sheet working capital. അതായത് നെറ്റ് വർക്കിംഗ് ക്യാപിറ്റലും ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റലും ബാലൻസ് ഷീറ്റ് വർക്കിംഗ് ക്യാപിറ്റലിന്റെ എക്സാമ്പിൾ ആണ്. നെക്സ്റ്റ് ക്യാഷ് വർക്കിംഗ് ക്യാപിറ്റൽ. വാട്ട് ഈസ് ക്യാഷ് വർക്കിംഗ് ക്യാപിറ്റൽ? ക്യാഷ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ഒരു കമ്പനിക്ക് ആവശ്യമായ ലിക്വിഡ് ക്യാഷ് തന്നെയാണ് ക്യാഷ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അവിടെ ശ്രദ്ധിക്കുക, ലിക്വിഡ് ക്യാഷ്. എന്തിനു വേണ്ടിയിട്ടാണ് ലിക്വിഡ് ക്യാഷ് നമ്മൾ ഉപയോഗിക്കുന്നത്? പേയ്മെൻറ്റ് ടു ഇറ്റ് സപ്ലയേഴ്സ്, ഡേ ടു ഡേ എക്സ്പെൻസസ്, ടു പേ സാലറീസ്, വേജസ്, ഇൻട്രസ്റ്റ് ആൻഡ് ഡിവിഡൻസ്. ഈ ഐറ്റംസ് നമ്മൾ എക്സ്പെൻസസ് ഐറ്റംസ് ആൻഡ് റിസീവിങ് ക്യാഷ്, പിന്നെ പേയിങ് ക്യാഷ് നമ്മൾ എവിടെയാണ് കാണിക്കുക? വിച്ച് ഷുഡ് ബി ഡിസ്ക്ലോസ് ഇൻ ദ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലാണ് നമ്മളത് ഡിസ്ക്ലോസ് ചെയ്യുക, അല്ലേ? അറിയില്ലേ? നിങ്ങൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ അവിടെ കാണാം എക്സ്പെൻസസും ഇൻകംസും ആയിട്ടുള്ള. എക്സ്പെൻസ് ഡെബിറ്റിലും കാണിക്കുന്നു, ഇൻകംസ് ക്രെഡിറ്റിലും കാണിച്ച് നമ്മളത് കൃത്യമായിട്ട് അവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ബാലൻസ് ഷീറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ ബാലൻസ് ഷീറ്റിലെ ഐറ്റവും ക്യാഷ് വർക്കിംഗ് ക്യാപിറ്റൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലെ ഐറ്റവും ആണ്. അപ്പോൾ ഇവിടെ ഒന്ന് നോക്കാം. ക്യാഷ് വർക്കിംഗ് ക്യാപിറ്റൽ ഈസ് റിക്വയർഡ് ടു മേക്ക് പേയ്മെന്റ്സ് ടു ഇറ്റ്സ് സപ്ലയേഴ്സ്, ടു പേ ഡേ ടു ഡേ എക്സ്പെൻസസ്, ടു പേ സാലറീസ്, ടു വേജസ്, ഇൻട്രസ്റ്റ് ആൻഡ് ഡിവിഡൻസ്. ഡിവിഡൻഡ് കൊടുക്കാനും സാലറി കൊടുക്കാനും വേജ് കൊടുക്കാനും ഇൻട്രസ്റ്റ് കൊടുക്കാനും അതേപോലെ തന്നെ ഡെയിലി എക്സ്പെൻസസ് മീറ്റ് ചെയ്യാനും സപ്ലയേഴ്സിനുള്ള പേയ്മെന്റ് നടത്താനും വേണ്ടി നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്ന വർക്കിംഗ് ക്യാപിറ്റലിനെ പറയുന്ന പേരാണ് ക്യാഷ് വർക്കിംഗ് ക്യാപിറ്റൽ. ദ ഐറ്റംസ് ഓഫ് ക്യാഷ് വർക്കിംഗ് ക്യാപിറ്റൽ appear in the profit and loss account. Profit and loss accountലാണ് ക്യാഷ് വർക്കിംഗ് ക്യാപിറ്റൽ അപ്പിയർ ചെയ്തിരിക്കുന്നത്. ക്യാഷ് വർക്കിംഗ് ക്യാപിറ്റൽ ഷോസ് ദി ഇമ്പാക്ട് ഓഫ് വേരിയസ് ട്രാൻസാക്ഷൻസ് ഓൺ ക്യാഷ് പൊസിഷൻസ് ഓഫ് എ ഫേം. ക്യാഷ് വർക്കിംഗ് ക്യാപിറ്റൽ ഒരു കമ്പനിയുടെ ക്യാഷ് പൊസിഷനെ അത് നന്നായിട്ട് ഇമ്പാക്റ്റ് ചെയ്യുന്നുണ്ട്. അത് നമ്മൾ ഒരു ട്രാൻസാക്ഷൻ നടക്കുന്നതിനനുസരിച്ച് ആ കമ്പനിയുടെ ക്യാഷ് പൊസിഷനെ ഇമ്പാക്റ്റ് ചെയ്യുന്നുണ്ട്. അറിയാം, നമ്മളെ കയ്യിൽ ക്യാഷ് ഉണ്ട്, 1,00,000 രൂപയുണ്ട്. ഇപ്പോൾ 10,000 പേയ്മെൻറ്റ് നടത്തിയെന്ന് കഴിഞ്ഞാൽ നമ്മളുടെ ക്യാഷ് പൊസിഷൻ 90,000 ആയി. അപ്പോൾ ഇമ്പാക്റ്റ് കാണിക്കുന്നുണ്ട്. അതാണ് ക്യാഷ് വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ ഇമ്പാക്റ്റ് എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ടൈപ്സ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ പറഞ്ഞത്. ടൈപ്സ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ മെയിൻ ആയിട്ടുള്ളത് പെർമനൻറ്റ് വർക്കിംഗ് ക്യാപിറ്റലും വേരിയബിൾ വർക്കിംഗ് ക്യാപിറ്റലും. അതുകൂടാതെ അതർ ടൈപ്സ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ. പെർമനൻറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ നമ്മൾ പറഞ്ഞിട്ടുള്ളത് എന്തൊക്കെയാണ്? ഇനീഷ്യൽ വർക്കിംഗ് ക്യാപിറ്റലും അതേപോലെ തന്നെ റെഗുലർ വർക്കിംഗ് ക്യാപിറ്റലും റിസർവ് മാർജിനും. ദെൻ വേരിയബിൾ വർക്കിംഗ് ക്യാപിറ്റൽ, സീസണൽ വർക്കിംഗ് ക്യാപിറ്റൽ, സ്പെഷ്യൽ വർക്കിംഗ് ക്യാപിറ്റൽ. ദെൻ അതർ ടൈപ്സ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ നമ്മൾ പറഞ്ഞത് എന്താണ്? ബാലൻസ് ഷീറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ, ക്യാഷ് വർക്കിംഗ് ക്യാപിറ്റൽ. ഇത്രയും കാര്യങ്ങൾ നിന്ന് നന്നായി പഠിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.